ഹായ് ഹലോ ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ഡൽഹിയിലെ ബിറ്റർ ഫിൽട്ടർ സ്റ്റാഫിലാണ്. ഇവിടുത്തെ കുറച്ച് കൗതുകരമായിട്ടുള്ള കാഴ്ചകളും കുറച്ച് ചരിത്രവും എല്ലാം ഉൾക്കൊള്ളിച്ചുള്ളതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം മാക്സിമം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഡെലിഷ് എന്ന സിറ്റിയിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഡെലിഷ് എന്ന സ്ഥലം സക്സോണി എന്ന സ്റ്റേറ്റിലെ ഏറ്റവും വലിയൊരു ടൗണാണ്. 20 കിലോമീറ്റർ നോർത്ത് ലൈപ്സിക്കും 30 കിലോമീറ്റർ ഈസ്റ്റ് ഹല്ലയുമാണ് സ്ഥിതി ചെയ്യുന്നത്. 2015 കണക്കുകൾ അനുസരിച്ച് 24,850 നിവാസികളാണ് ഡെലിഷിലുള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 94 മീറ്റർ ഉയരത്തിൽ സക്സോണിയിലെ നോർത്ത് സാക്സന്റെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഡെലിഷ് സ്ഥിതി ചെയ്യുന്നത്. നഗരപ്രദേശത്തിൻ്റെ ആകെ വിസ്തീർണം 83.57 ചതുരശ്ര കിലോമീറ്ററാണ്. 1200 AD വൃത്താന്തങ്ങളുടെ കണക്കുകൾ അനുസരിച്ച് ഡെലിഷ് ഒരു പട്ടണമായി സ്ഥാപിതമായി. 1300 AD ഇത് ഒരു നഗരമായി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. രണ്ടാം ലോകമഹായുദ്ധത്തിൽ, അതായത് 1939-നും 1945-നും ഇടയിൽ മറ്റു പല ജർമ്മൻ നഗര കേന്ദ്രങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഡെലിഷിന് വളരെ കുറഞ്ഞ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. 1996 ഒരു സെൻസസ് പ്രകാരം ഡെലിഷിൽ 27,000-ലധികം നിവാസികളുണ്ടായിരുന്നു. 1920കളുടെ തുടക്കത്തിൽ ജർമ്മനിയിലെ അനിശ്ചിതകാല സാമ്പത്തിക മാന്ദ്യം പ്രത്യേകിച്ച് വ്യാവസായിക തൊഴിലാളികൾക്കിടയിൽ രൂക്ഷമായി. വ്യാവസായിക മേഖലകളിൽ ഇടതുപക്ഷ പാർട്ടികൾ വളരെ ജനപ്രിയമാകുന്നതിന് ഇത് കാരണമായി. 1921 ഫെബ്രുവരി 20 പേർഷ്യൻ സംസ്ഥാന പാർലമെൻറ്റിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ഹല്ലെ മേഴ്സ്ബർഗ് മണ്ഡലത്തിലെ, അതായത് പേർഷ്യൻ സക്സോണിയിൽ 30% വോട്ട് നേടി KPD, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഡോയ്ച്ച്ലാൻഡ് ഏറ്റവും ശക്തമായ പാർട്ടിയായി മാറി. ഫോക്ലാൻഡ് മേഖലയിലെ തൊഴിലാളികളുടെ അശാന്തിയിൽ ഇതിനകം കൂടുതൽ പ്രക്ഷോഭങ്ങൾ ഉണ്ടാവുകയും KPD അംഗം മാക്സ് ഹോയൽസ് നേതാവായി വന്നതോടെ സമരപ്രസ്ഥാനം കൂടുതൽ അക്രമാസക്തമായ കലാപത്തിലേക്ക് നീങ്ങി. വിവിധ പണിമുടക്ക് അസംബ്ലികളിൽ ഹോയൽ സംസാരിക്കുകയും പോലീസിനെ അക്രമാസക്തമായി ചെറുക്കാൻ തൊഴിലാളികളോട് ആഹ്വാനം ചെയ്യുകയും ചെയ്തു. മാർച്ച് 22 ഐസ്ലേബനിൽ പോലീസിന് നേരെ ആദ്യത്തെ ആക്രമണം അരങ്ങേറിയത്. പണിമുടക്കുന്ന തൊഴിലാളികളെയും തൊഴിൽരഹിതരായുള്ള ആളുകളെയും ആയുധങ്ങളാൽ സജ്ജരാക്കി വിവിധ റൈഡിംഗ് പാർട്ടികളാക്കി സംഘടിപ്പിക്കാനും ഹോയൽസ് തുടങ്ങി.
ഹോയൽസിൻ്റെ അക്രമാസക്തമായ പ്രേരണ കാരണം ഹല്ലയിലെ KPD ജില്ലാ നേതൃത്വത്തിന് ആയുധ പ്രവർത്തനങ്ങളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ദ്രസ്ദൻ, ലൈപ്സിഗ്, ഫ്രൈബർഗ് എന്നിവിടങ്ങളിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾക്ക് നേരെ ഹോയൽസ് ബോംബാക്രമണങ്ങൾ നടത്തി. ഹാംബർഗിൽ തൊഴിലാളികളും പോലീസും തമ്മിൽ രക്തരൂഷിതമായ ഏറ്റുമുട്ടലുകളുണ്ടായി. നഗരത്തിൽ ഇതിനെ തുടർന്ന് അടിയന്തരാവസ്ഥ ഏർപ്പെടുത്തുകയും ചെയ്തു. ഇതിനെ തുടർന്ന് KPD സാമ്രാജ്യത്തിലുടനീളം ഒരു പൊതുപണിമുടക്ക് പ്രഖ്യാപിച്ചു. എന്നിരുന്നാലും അത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. സെൻട്രൽ ജർമ്മൻ വ്യാവസായിക മേഖലയിൽ പ്രസിഡൻഷ്യൽ ഉത്തരവറിഞ്ഞതിന് ശേഷം പോരാട്ടം രൂക്ഷമായി. ഹല്ലെ, മെഡ്സ്ബർഗ്, വിറ്റർബർഗ്, ഡെല്ലിഷ്, ബിറ്റർഫെൽഡ് എന്നിവിടങ്ങളിലേക്കും വ്യാപിച്ചു. എന്നിരുന്നാലും സർക്കാർ സൈനികർക്കും മേൽക്കൈ നേടാൻ കഴിഞ്ഞു. മാർച്ച് അവസാനത്തോടെ പ്രക്ഷോഭങ്ങൾ ഒടുവിൽ അടിച്ചമർത്തപ്പെട്ടു. സുഹൃത്തുക്കളെ, ഡെലിഷിലെ വിശേഷങ്ങൾ ഇനിയും കഴിഞ്ഞിട്ടില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത കുറച്ച് നല്ല വീഡിയോകളായിട്ട് കാണുന്നവരെ ബൈ.